ശ്രീ പ്രമോദ് പയ്യന്നൂർ. എല്ലാ പുരസ്കാര ജേതാക്കൾക്കും ഹൃദയത്തിൽ തൊട്ട് നിറവാർന്ന നന്ദി. നേരത്തെ സൂചിപ്പിച്ചതാണ് പറയാനുള്ളത്. ഓരോ പുരസ്കാരങ്ങളും മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ചാലക ശക്തിയാണ്. ചെയ്തതിനും മീതെ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള ബോധ്യത്തോടെ കരുത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളിൽ ഒരാളായി എല്ലാ നന്മയും നേരുന്നു. സ്നേഹം. നന്ദി ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സർ. ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ. പുരസ്കാരദാനം പൂർണ്ണമായിരിക്കുകയാണ്. ഔപചാരികമായ ചടങ്ങിന് നന്ദി അറിയിക്കുന്നു ചലച്ചിത്ര സംവിധായകനും പുലരി ടിവിയുടെ പ്രോഗ്രാം ഡയറക്ടറുമായ ശ്രീ ജോളിമസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എപ്പോഴും ഏറ്റവും അവസാനം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നന്ദി നമ്മുടെ മുഖ്യ അതിഥിയായ ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സാർ. അദ്ദേഹത്തിന് ഈ ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ടായിട്ടും അദ്ദേഹം ഈ പരിപാടിക്ക് വരുന്നതിന് യാതൊരുവിധ മടിയും കാണിച്ചില്ല. അദ്ദേഹത്തിന് പുലരി ടി വിയുടെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ജൂറി ചെയർമാൻ. ജൂറി മെമ്പേഴ്സിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജൂറി മെമ്പേഴ്സ് ഒരു അവാർഡ് സെറമണി നടത്തുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജൂറി മെമ്പേഴ്സ് തന്നെയാണ്. ചെയർമാനും നമ്മുടെ ഇന്നത്തെ അതിഥിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാർ. അദ്ദേഹം ഇന്ന് സ്റ്റേറ്റ്സിൽ നിന്ന് ഇന്നലെ എത്തിയതേ ഉള്ളൂ. എങ്കിലും നമ്മൾ നിശ്ചയിച്ച പ്രകാരം തന്നെ പ്രോഗ്രാമിനെത്താൻ വളരെയധികം സഹകരിച്ചു. സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ജൂറിയിൽ പ്രവർത്തിച്ച CB പ്രേംകുമാർ, തെക്കൻ സ്റ്റാർ ബാദുഷാ, ഡോക്ടർ സുലേഖ കുറുപ്പ് എന്നിവരെയും മറക്കാൻ പറ്റില്ല. വളരെ തിരക്കുള്ളവരാണ്. മറ്റ് പ്രേമനസീർ സുഹൃത്സമിതിയുടെ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന നമ്മുടെ ബാദുഷ മാഷൊക്കെ നമ്മുടെ ഇതിൻ്റെ ജൂറി പ്രവർത്തനങ്ങളുമായിട്ട് വളരെയധികം തന്നെ സജീവമായി തന്നെ വർക്ക് ചെയ്തിരുന്നു. അവർക്കും പ്രത്യേക നന്ദി പറഞ്ഞുകൊള്ളുന്നു. അവാർഡ് ഏറ്റുവാങ്ങാൻ വന്ന ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, ടെലിവിഷൻ പ്രവർത്തകരുണ്ട്, ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി, ആൽബം പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ തന്നെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തത് നമ്മുടെ കേസരി ഹാളിലായിരുന്നു. അവിടെ പ്രസ് മീറ്റിലൂടെയായിരുന്നു. ആ പ്രസ് മീറ്റിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത സിനിമ PRO റഹീം പനൂരാണ്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇന്ന് ചില ചാനലുകളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ്, ഓൺലൈൻ മാധ്യമങ്ങൾ, ഒപ്പം എപ്പോഴും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പുലരി TV അവാർഡ് 2024 വാർത്തകൾ നൽകിയ പ്രിൻ്റ്, ഓൺലൈൻ, TV മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ വാർത്തകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് അതർ ലാംഗ്വേജുകളിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം നന്ദി. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പ്രോഗ്രാം ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് സ്ട്രീം ചെയ്യുന്നത് നമ്മുടെ M7 ന്യൂസാണ്. അവർ അതിൻ്റെ സാരഥികളും പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്ത് നമ്മുടെ ഈ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ നിയന്ത്രിക്കുന്നത് ആങ്കർ ഷൽമയാണ്. ഷൽമ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഷൽമ ഒരു മെച്യൂറായിട്ടുള്ള ഒരു നല്ല ആങ്കർ. മിതമായി ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു, വേണ്ടത് മാത്രം സംസാരിക്കുന്നു, അത് കൃത്യമായി തന്നെ കണ്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ അവാർഡ് സെറമണിക്കും ഷൽമയെ തന്നെയാണ് വിളിച്ചത്. ഇപ്രാവശ്യവും ഷൽമയെ തന്നെയാണ്. മറ്റു പല പരിപാടികൾക്കും ഞാൻ ഷൽമയെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു. അതുപോലെ തന്നെ പിന്നെ അടുത്ത് ഈ പരിപാടി, നമ്മളിപ്പോൾ ഇത്തരം പരിപാടികളൊക്കെ തിയേറ്ററിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വേണം. ആ ടെക്നിക്കൽ സപ്പോർട്ട് കംപ്ലീറ്റ് തന്നിരിക്കുന്നത് M7 സിനിമാസാണ്. ആ M7 സിനിമാസിൻ്റെ സാരഥി സതീഷ് മരുതങ്കൽ, എൻ്റെ പ്രിയ സുഹൃത്ത്. അതുപോലെ തന്നെ അവിടെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും തന്ന എൻ്റെ സിനിമകളുടെയൊക്കെ എഡിറ്റർ വിഷ്ണു കല്യാണി. ഇവരെ രണ്ടുപേരെയും മറക്കാൻ പറ്റില്ല. ഏറ്റവും പലപ്പോഴും എൻ്റെ സിനിമയുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ പുലരി TVയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാം നിർണായകമായ സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ബലമായി നിൽക്കുന്ന സതീഷ് മരുതങ്കലിനും വിഷ്ണു കല്യാണിക്കും അവരോടൊപ്പം നിൽക്കുന്ന സ്റ്റാഫുകളും അവിടുത്തെ മാനേജർ തുളസിക്കും അവരുടെ യൂണിറ്റ് മെമ്പേഴ്സിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ അടുത്തത്, ഇവിടെ ഇപ്പോൾ ശബ്ദമൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന അർച്ചന സൗണ്ട്സാണ്. അവർക്കും അർച്ചന സൗണ്ട്സിൻ്റെ സാരഥികൾക്കുമൊക്കെ നന്ദി പറയുന്നു.
അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ഈ സ്റ്റേജ് ഇതൊരു തിയേറ്ററാണ്. തിയേറ്ററിൻ്റെ നമ്മൾ ഇത്തരം ഒരു സെറമണി നടത്തണമെങ്കിൽ കുറേ ക്രമീകരണങ്ങൾ മാറ്റും. ആ മാറ്റങ്ങൾക്ക് ഒരുക്കിയ വിനായക ടീമുണ്ട്. വിനായക ആർട്ട് വർക്ക് ചെയ്യുന്ന അവരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അവർക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആർടെക് സിനിമ മാനേജ്മെൻറ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആർടെക് സിനിമ ഈ നമ്മുടെ ആർടെക് മാള് അതിൻ്റെ സിനിമ തിയേറ്റർ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് അവരെല്ലാം നമ്മളോടൊപ്പം വളരെയധികം മനോഹരമായി തന്നെ നന്നായി തന്നെ സഹകരിച്ചിരിക്കുന്നു. അതിൻ്റെ മാനേജർ അനീഷ്, ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്ഷൻ മാനേജ് ചെയ്ത അജിംഷ, മറ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന അവാർഡ് വാങ്ങാനും അല്ലെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അങ്കിത ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. തിരുവല്ല ബാംഗ്ലൂരായിരുന്നു അല്ലേ? തിരുവല്ലയിൽ ബാംഗ്ലൂരായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാബുചേട്ടൻ മറക്കാൻ പറ്റില്ല. നമ്മൾ കൃത്യമായി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ CEO എൻ്റെ ബ്രദറാണ്. നേരത്തെയൊക്കെ പ്രവീൺ സാറൊക്കെ പറഞ്ഞതുപോലെ ജെറ്റസ്. അങ്ങനെ എല്ലാവരും സജീവമായി തന്നെ നിന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പുലരി TV ഇന്റർനാഷണൽ അവാർഡ്സ് 2024 ഔപചാരികമായ ചടങ്ങ് പൂർണ്ണമായിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി, നമസ്കാരം. അടുത്ത വർഷം വീണ്ടും കാണാം.